നമസ്കാരം. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ.പി. ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. വളരെ ദീർഘകാലം വടകര മണ്ഡലത്തെ പാർലമെൻറ്റിൽ പ്രതിനിധീകരിച്ച കെ.പി. ഉണ്ണികൃഷ്ണൻ വളരെ പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനും നല്ല സമർത്ഥനായ ഭരണാധികാരിയും എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ്. വളരെ കുറച്ച് കാലം മാത്രമേ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നുള്ളൂ എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ വിട വാങ്ങിയത് ഒരു പ്രത്യേക അവസരത്തിലാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസക്തി. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അവിടുത്തെ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഉത്കണ്ഠയുമുണ്ട്. ഏതാണ്ട് ഇതിനേക്കാൾ രൂക്ഷമായ ഒരു കാലഘട്ടത്തിലായിരുന്നു കെ.പി. ഉണ്ണികൃഷ്ണൻ വി.പി. സിംഗ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നത്. ഇറാഖ് പ്രസിഡൻ്റായിരുന്ന സദാം ഹുസൈൻ്റെ നിർദ്ദേശപ്രകാരം ഇറാഖ് സൈന്യം കുവൈറ്റ് അധിനിവേശം നടത്തിയ സമയത്ത് അതിരൂക്ഷമായ യുദ്ധമാണ് അന്ന് നടന്നിരുന്നത്. ഇറാഖിനെതിരെ അമേരിക്കൻ വ്യോമസേന രംഗത്തെത്തിയിരുന്നു. കുവൈറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ സദാം ഹുസൈൻ ഉറച്ചു നിന്നിരുന്നു. അപ്പോൾ അന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് പരമാവധി ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കെ.പി. ഉണ്ണികൃഷ്ണൻ നിർബന്ധം പിടിച്ചിരുന്നു. പ്രധാനമന്ത്രി വി.പി. സിംഗ് ആയിരുന്നു. പക്ഷേ അന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞത് ഇത് വലിയ ചിലവേറിയ ഒരു പദ്ധതിയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളെ മുഴുവൻ ഈ നാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് കെ.പി. ഉണ്ണികൃഷ്ണൻ നൽകിയ മറുപടി അങ്ങനെയെങ്കിൽ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കാം എന്നുള്ളതായിരുന്നു. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന വടകരയും അന്ന് ഇന്നും ഒരുപാട് പ്രവാസികളെ കൊണ്ട് നിറഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. ഏതായാലും കെ.പി. ഉണ്ണികൃഷ്ണൻ്റെ പിടിവാശി തന്നെ ജയിച്ചു. അദ്ദേഹം ശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അങ്ങനെ നേരിട്ട് ഈ പരിപാടികൾക്ക് ചുമതല വഹിക്കുന്നതിനായി പ്രധാനമന്ത്രി കെ.പി. ഉണ്ണികൃഷ്ണനെ ചുമതലപ്പെടുത്തിയത്. കെ.പി. ഉണ്ണികൃഷ്ണൻ അങ്ങനെ സദാമിനെ കാണാനായി പുറപ്പെടുന്നു. സദാം ഹുസൈനെ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ ക്യാബിനറ്റ് മന്ത്രി ആയിട്ട് പോലും സദാം ഹുസൈനെ പോലെയുള്ള ഒരു അതിശക്തനെ ഏകാധിപതിയായ ഒരാളിനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ ബാഗ്ദാദിലെത്തിയതിനു ശേഷം തന്നെ 3 ഹെലികോപ്റ്ററുകൾ മാറിക്കയറിയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ സദാമിൻ്റെ അടുത്തത്. അത് കണ്ണുകെട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത് സദാം ഹുസൈൻ്റെ സമീപത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കുമ്പോൾ കണ്ണുകെട്ടിയാണ് കൊണ്ടുപോയത്. ഒരു കാര്യം ഓർക്കുക, ഒരു രാജ്യത്തെ ക്യാബിനറ്റ് മന്ത്രിയെ കണ്ണുകെട്ടി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത്ര റിസ്ക് എടുത്ത് തന്നെയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ ഇതിന് തയ്യാറായി. ഇന്നും നമ്മുടെ നാട്ടിൽ എത്ര രാഷ്ട്രീയക്കാർ ഇതിനൊക്കെ തയ്യാറാകും. കാരണം യുദ്ധഭൂമിയിലേക്കാണ് അദ്ദേഹം കടന്നിരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ അവിടെ എത്തിയത്. പക്ഷേ കണ്ണുകെട്ടി കൊണ്ടുപോയ കെ.പി. ഉണ്ണികൃഷ്ണൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുന്നിൽ സദാം ഹുസൈൻ ഇരിക്കുന്നതാണ്. സദാം ഹുസൈനോട് ഏതാണ്ട് 1 മണിക്കൂറോളമാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. സദാം ഹുസൈൻ വളരെ ശാന്തനായിരുന്നു എന്നാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ പിന്നീട് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. തന്നോട് വളരെ സൗമ്യമായിട്ടാണ് പെരുമാറിയതെന്നുമാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ പിന്നീട് പലവണ പറഞ്ഞിട്ടുള്ളത്. സദാം ഹുസൈൻ ഒരു ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചത്. ഈ പ്രവാസികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ത്യൻ സർക്കാരിൻ്റെ വിമാനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും അമേരിക്കയുടെ വിമാനങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹം ഡിമാൻഡ് വെച്ചത്. ഏതായാലും ഇന്ത്യ അത് പൂർണ്ണമായും അംഗീകരിച്ചു. കെ.പി. ഉണ്ണികൃഷ്ണൻ തന്നെ വിവിധ മേഖലകളിൽ ക്യാമ്പ് ചെയ്ത്, വിദേശ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം നൽകുകയും അങ്ങനെ ലക്ഷക്കണക്കിന് പ്രവാസികളെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോക റെക്കോർഡാണ്. കാരണം വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ വിമാന സർവീസുകളിൽ ഏറ്റവും അധികം ആളുകളെ മറ്റു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അപൂർവ ദൗത്യം, ആ ദൗത്യം ഏറ്റെടുക്കുകയും മാറി നിൽക്കാതെ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു കെ.പി. ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞു ചെല്ലുമ്പോൾ അവിടുത്തെ മലയാളികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മളേറെ ഉത്കണ്ഠപ്പെടുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് കെ.പി. ഉണ്ണികൃഷ്ണൻ നമ്മോട് വിടവാങ്ങുന്നത് എന്നുള്ളത് തികച്ചും യാദൃച്ഛികമായിരിക്കാം. ഒരു മാധ്യമപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കെ.പി. ഉണ്ണികൃഷ്ണൻ പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു. 1971 അദ്ദേഹം വടകരയിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തിയത്. ആദ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ലീല ദാമോദര മേനോനായിരുന്നു വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീടാണ് കെ.പി. ഉണ്ണികൃഷ്ണനാണ് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞത്. ശരിക്കും കെ.പി. ഉണ്ണികൃഷ്ണൻ അന്ന് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പലർക്കും ഇത് ആരാണ് എന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ കഴിവിൻ്റെ ബലത്തിൽ അന്ന് അവിടെ ജയിച്ചു കയറി. തുടർന്ന് അദ്ദേഹം എത്രയോ വർഷം പാർലമെൻറ്റിൽ വടകരയെ പ്രതിനിധീകരിച്ചിരുന്നു. ബഫേഴ്സ് വിവാദം ഉണ്ടായ കാലത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ പാർലമെൻറ്റിലും പുറത്തും അതിശക്തമായ പോരാട്ടം നടത്തിയ വ്യക്തിയായിരുന്നു കെ.പി. ഉണ്ണികൃഷ്ണൻ. ഒരു ഘട്ടത്തിൽ പാർലമെൻറ്റിൽ കെ.പി. ഉണ്ണികൃഷ്ണൻ്റെ വിമർശനം സഹിക്കവയ്യാതെ രാജീവ് ഗാന്ധി പറഞ്ഞു, അടുത്ത പാർലമെൻറ്റ് കൂടുമ്പോൾ, അത് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താങ്കൾ ഈ കസേരയെ കാണുകയില്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി കെ.പി. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്, ഞാൻ ഈ കസേരയെ തന്നെ കാണും, താങ്കൾ ആ കസേര, അതായത് പ്രധാനമന്ത്രി കസേരയെ കാണുകയില്ല എന്നായിരുന്നു. 1989 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു. കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇരുന്നത്. ഉണ്ണികൃഷ്ണൻ്റെ ആ പ്രവചനം ഫലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പ്രവാസികൾക്ക് വേണ്ടി നമ്മളെല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് ഇന്ത്യ ഒന്നാകെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്
ലക്ഷക്കണക്കിന് പ്രവാസികളെ ഇന്ത്യയിലേക്ക് എത്തിച്ച, നിമിഷ നേരം കൊണ്ട് തീരുമാനമെടുക്കുകയും ഒരുപക്ഷെ അതൊരു ഗിന്നസ് റെക്കോർഡായി മാറുകയും ചെയ്ത ഒരു വലിയ കൊണ്ടുവരൽ നടത്തിയ ആൾ തന്നെയായിരുന്നു KP ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ഒരു വാസ്തവമാണ്. ശരിക്കും ഓരോ മലയാളിയും എല്ലാ കാലവും നന്ദിയോടെ ഓർക്കേണ്ട വ്യക്തി തന്നെയാണ് KP ഉണ്ണികൃഷ്ണൻ.